രുദ്രാക്ഷ ഒറിജിനൽ എങ്ങനെ മേടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായി. ആരാണ് നുണ പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അമ്പലങ്ങളിലെ ഫ്രണ്ടിലേക്കുള്ള വ്യാപാരികൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് ഒറിജിനൽ രുദ്രാക്ഷ എങ്ങനെ ഉണ്ടാവുക, എവിടെ നിന്ന് മേടിക്കുക, എന്തൊക്കെ നോക്കണം എന്നൊക്കെ നോക്കിയാലോ. കമോൺ. ओरिजिनल की पहचान होती है, अपने घर में रखते हैं, मंदिर में सेवा में रखा जाता है, हर बात में लाभ मिलता है, वर्धक के लिए अच्छा होता है। कौन सा दो गोल वाला भी घूमेगा। ये ओरिजिनल है क्या? ओरिजिनल है, इसकी पहचान होता है। असली वाला रहेगा, ओरिजिनल रहेगा तो सिक्के के बीच में पंचमुखी भी है मेरे पास ओरिजिनल। പുള്ളിക്കാരത്തിയുടെ കയ്യിലുള്ള ആ ഒരു സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് കേട്ടോ കാണുന്നത്. ശരിക്കും രുദ്രാക്ഷം തന്നെ നമ്മൾ അവിടെ പോയിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒറിജിനൽ ആണെന്നുള്ള അറിയില്ലല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരത്തി പറയുന്നത് ഈ കോയിൻസ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്യും ഒറിജിനൽ എന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. പുള്ളിക്കാരുടെ കയ്യിൽ സിംഹത്തിന്റെയോ അതോ കടുവയുടെ നഖം എന്തോണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം കാണിച്ചു തന്നു. നോക്കിയപ്പം എനിക്കത് വലിയ ഒറിജിനാലിറ്റി ഒന്നും തോന്നിയിട്ടില്ല. എന്തൊക്കെയോ പാശയൊക്കെ തേച്ച് ഒട്ടിച്ച പോലെ തോന്നി. ഭയങ്കര തള്ളായിരുന്നു पुल्ली। ये कस्तूरी सुगन वाली सब है आपके पास। कस्तूरी ओरिजिनल है। ओरिजिनल है सब। आपका नाम क्या है? मेरा नाम मैना। मैना। सुगन तो दे, कस्तूरी नहीं। എന്താണ് കസ്തൂരി എന്ന് അറിയുന്നത്? അറിയില്ല, ഒരു പറയുന്നു കസ്തൂരി എന്ന് പറയുന്നുണ്ട്. लक्ष्मी पूजन के लिए अच्छा रहता है കസ്തൂരി. ആ കസ്തൂരി കൂടെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആണെന്ന്. പിന്നെ ഈ കാണുന്നത് ഏകമുഖിയാണ്. ഏകമുഖി എവിടെ കിട്ടത്തില്ല എന്നാണ് പറയാറ്. ഭയങ്കര റയർ സാധനമാണ്. അപ്പോൾ അതാണ് ആ പുള്ളിയുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഉടായ്പാണെന്നുള്ളത്. പിന്നെ ഈ കാണുന്ന ചില്ലയിൽ നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് വിശ്വസിച്ചു പോകും. അപ്പോൾ വിശ്വസിക്കരുത്, പെടരുതായിരുന്നു. അപ്പം ഇതുപോലത്തെ കായ പരുവത്തിൽ ഒരു പ്രത്യേക കായ പരുവത്തിലാണ് സാധനം ഉണ്ടാവുക. എന്നിട്ട് അവർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അതിങ്ങനെ ചുരണ്ടി തരും. അപ്പം മഹാകാലേശ്വർ ടെമ്പിളിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലത്തെ ലോക്കലിനെയും കാണാം, ഇതുപോലെ ഷോപ്പൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ആളുകളെയും കാണാം കേട്ടോ നമുക്ക്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മഹാകാലേശ്വർ ടെമ്പിളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അതുണ്ടാവുക. അപ്പം നമുക്ക് രുദ്രാക്ഷത്തിനെ കുറിച്ച് ഒരു ഓൾമോസ്റ്റ് ഐഡിയ അവർ തരും. അവിടെ ഒരു പോസ്റ്ററിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ കരുതും പോലെ പഞ്ചമുഖം ഏകമുഖം മാത്രമല്ല, ഒരുപാടുണ്ട് കേട്ടോ. ചെറുതിന് 50 വലുതിന് 100 കേട്ടോ റേറ്റ് വരണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.